പണ്ടിവിടെ ഇല്ലങ്ങളായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ അറിവില്ല. അവിടെ പരിപ്പായി ഇല്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങ് പയ്യന്നൂർ അതിയടം ഭാഗത്ത് അവർ താമസമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഈ ദേശത്തിൻ്റെ ഒരു പരിപ്പായി എന്നാണ് ദേശം. ഇവിടെ നമ്മൾ കണ്ണൂർ വഴി കൂത്തുറമ്പ് വഴി ഇങ്ങനെ വരുന്നുണ്ട്, എങ്ങനെ വരുവാണ്? കണ്ണൂർ വരുന്നുണ്ട്, കൂത്തുറമ്പ് പോകണം. അതായത് ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ കൂത്തുറമ്പെന്ന് വരുവാണെങ്കിൽ മട്ടന്നൂർ, ഇരിക്കൂർ, ശ്രീകണ്ഠാപുരം. ഇനി ഇരിട്ടിന്ന് വരുവാണെങ്കിൽ ഇരിട്ടി, ഇരിക്കൂർ, ശ്രീകണ്ഠാപുരം അങ്ങനെ വരും. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇവിടത്തേക്ക് എങ്ങനെ വരും? ഇവിടത്തേക്ക് ഇപ്പോൾ നിങ്ങൾ പിന്നെ ശ്രീകണ്ഠാപുരം ടൗണിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ഓട്ടോറിക്ഷക്ക് വരാൻ പറ്റും. ഇവിടുന്ന് 2 കിലോമീറ്റർ അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആരോട് പറഞ്ഞാലും ഈ പരിപ്പായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ശ്രീകണ്ഠാപുരം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ശ്രീകണ്ഠാപുരം വരേണ്ടത്. ഇനി കാസർഗോഡ് നിന്ന് വരുന്ന കൂട്ടറായാലും അങ്ങനെ വരേണ്ടത്. ഇനി കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്നായാലും പേരാവൂര് ഇരട്ടി വഴി ഇങ്ങനെ ഇടത്താൻ പറ്റും. ശ്രീകണ്ഠാപുരം എന്തായാലും പിന്നെ ഇപ്പുറം വഴി കണ്ണൂരിൽ നിന്ന് തളിപ്പുറം വഴി വന്നിട്ട് ശ്രീകണ്ഠാപുരം എങ്ങനെയാലും നിങ്ങൾ ശ്രീകണ്ഠാപുരം എത്തിയാൽ മതി. ശ്രീകണ്ഠാപുരം എത്തിയിട്ട് ഈ പരിപ്പായി സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. ഈ പരിപ്പായിൽ എത്തിക്കഴിഞ്ഞാൽ പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രം, കാരണം പരിപ്പായി അല്ലാണ്ട് കുറച്ചപ്പുറം വേറെ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അതല്ല, പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. മാസത്തിൽ ഒരു തവണ അന്നദാനം കൊടുക്കണം എന്നാണ് ഒരാഗ്രഹം. അതൊന്നും സംക്രമത്തിന് അല്ലെങ്കിൽ ആദ്യത്തെ ഏതെങ്കിലും പിന്നെ വ്യാഴാഴ്ച ഭജനകൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പം അത് നമ്മൾ മാറ്റണം. പിന്നെ ഇപ്പം ഈ സ്വർണ്ണപ്രദേശത്തിന്റെ ടൈമിലൊന്ന് മാറ്റിയിട്ട് നമ്മളെല്ലാ സംക്രമത്തിനും അന്നദാനത്തോടു കൂടിയിട്ട് ഒരു നാമജപം ചെയ്യാൻ പറ്റുമോ ഒത്തുകൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടായില്ല. പിന്നെ നമ്മൾ പൂജാ സമയങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ 6 മുതൽ 8 വരെ, വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയാണ്. പിന്നെ ഇവിടുത്തെ പൂജാരി ആരാണ്? പൂജാരി ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ നമ്മളെ നിലവിലുള്ള പൂജാരി ഇപ്പം വേറെ സ്ഥലത്തേക്ക് ജോലി വിട്ട് പോവുകയും നമ്മളിപ്പോൾ തൽക്കാലം ഒരു മാസത്തേക്ക് ഒരു 30 ആയിട്ട് ഒരാളെ കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ നിലവിൽ അടുത്തൊരു പൂജാരിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂജാരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മളെ പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് വലിയ ശമ്പളം തരാനുള്ള കഴിവൊന്നും ഇവർക്കില്ല. അപ്പം നിങ്ങൾക്കത് താങ്ങുന്ന നിങ്ങൾ 40-30 പറഞ്ഞാലൊക്കെ കഴിയില്ല. അതുകൊണ്ട് ആദ്യം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം നിങ്ങൾ വന്ന് കാണുക. ഭഗവാനെ കാണുമ്പോൾ നിങ്ങൾക്ക് പൈസ തോന്നില്ല. കാരണം ഭഗവാനെ സേവിക്കുന്നത് ധനത്തിൽ നിങ്ങൾക്ക് കുടുംബം കൊണ്ട് കാര്യമുണ്ടല്ല ശരിയാണ്. പക്ഷേ പരിപ്പായി അങ്ങനത്തെ കൂട്ടറൊന്നല്ല. നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്നാൽ അവർ നിങ്ങൾ 100 രൂപ 100 രൂപ കൂട്ടറാണ്. അതാണ് അവരുടെ സ്വഭാവം. അതാണ് കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മാധവ സേവ. പിന്നെ അതുപോലെ ഒരു തന്ത്രി ആരാ? കുബേരൻ നമ്പൂതിരിപ്പാട് രാജരാജേശ്വരി ക്ഷേത്രം. രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കുബേരൻ നമ്പൂതിരിയാണ്. അതെ, രാജേശ്വരി. അതെ, രാജരാജേശ്വരി തന്നെ. രാജരാജേശ്വര ക്ഷേത്രത്തിലെ കുബേരൻ നമ്പൂതിരി കിഴക്ക് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം വരിക. ഞാൻ പോയിട്ടുണ്ട്, ഇല്ലത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ക്ഷണിച്ചിട്ട് പോയതായിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ തന്ത്രിയായിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ കഴകന്മാരാണ് ഉത്സവ സമയത്ത് മാത്രമേ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് കഴകം ആരാണ്? അടിച്ചു വരുന്ന അടിച്ചളി അവരാണ്. പിന്നെ അതുപോലെ മരാർ ഈ പയ്യാവൂരുള്ള അത് ഈ ഉത്സവ സമയത്തോ അല്ലെങ്കിൽ നിറമാല വയ്ക്കുമ്പോൾ അവർ വരും. ഈ എത്ര ദിവസം ഉത്സവം? 3 ദിവസം. അവസാനത്തെ ഉത്സവമാണ് ധർമ്മോത്സവം. അവസാനത്തെ ദിവസം ധർമ്മോത്സവമുള്ള അന്ന് ദിവസം ധർമ്മോത്സവം. അപ്പോൾ ഇന്നത്തെ പണ്ടത്തെ പോലെ ചെറിയ വിഷയം പോലെ ഇന്നത്തെ പൂജക്കും കാര്യത്തിനും ഞങ്ങൾക്ക് അറിയാം. വരുന്ന കൂട്ടർ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ക്ഷേത്രപ്രവേശനം ചെയ്യുമ്പോൾ കൈയാട്ടി ഒരിക്കലും പോകരുത്. നിങ്ങൾ ഒരു കുടുംബത്തിൽ പോകുമ്പോൾ നിങ്ങളൊന്നും ബേക്കറി സാധനം വാങ്ങിയിട്ട് പോകുന്നില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ ബേക്കറി സാധനം വാങ്ങിയിട്ട് പോകാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചന്ദനത്തിരി, കൽപ്പൂരം, എള്ളെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭഗവാൻ എത്തിച്ചു കൊടുക്കുക. ഇനി അതുമല്ല നിങ്ങൾക്ക് അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ഒരു ധനം ഇവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അല്ലേ? നമുക്കിവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ മാസം 50,000 രൂപയുടെ ചെലവ് വരും. 50,000 രൂപയ്ക്ക് നമുക്ക് മണ്ണാര വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 രൂപ 16 രൂപ അത്രയേ കിട്ടുന്നു. ബാക്കി നമ്മളിപ്പോൾ ഇത് ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറികളും മറ്റുള്ളതൊക്കെ ചെയ്തിട്ട് പരമാവധി നമ്മളെ കയ്യിൽ ഇപ്പോൾ കമ്മിറ്റിയിലുള്ള കമ്മിറ്റിക്കാർ വരാൻ മടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ 5,000 10,000 വേണം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ പുതിയ കമ്മിറ്റി, അതായത് ഞാനിപ്പോൾ പുതിയ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ജനുവരി 26 ഏറ്റെടുത്താണ്. ഇത് 8ാം മാസമായി. 8 മാസം കൊണ്ട് നമുക്ക് അമ്പലത്തിലേക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇരിക്കുന്ന ഏകദേശം 10-20,000 രൂപ ചിലവായി. അപ്പോൾ അങ്ങനെ കമ്മിറ്റിയിൽ വരുന്ന ഓരോരുത്തരും അതെല്ലാം ഭഗവാന് നമ്മൾ നൽകുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിനായിട്ട്. അതുകൊണ്ടെന്തായി ഒത്തിരി പേർക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നില്ല. കൊറോണയ്ക്ക് നിങ്ങൾ ക്ഷേത്രം പൂട്ടിപ്പോയില്ല? പൂട്ടിയിട്ടില്ല. ഇവിടെ വളക്ക് അല്ലേ? ഇവിടെ ത്രികാല പൂജയാണോ അല്ലെങ്കിൽ 2 പൂജയാണോ? 2 പൂജ.
അതായത് ഒന്ന് രാവിലെ ഉച്ചപൂജയില്ല അല്ലേ, പിന്നെ സന്ധ്യ പൂജയുണ്ട് അല്ലേ, പിന്നെ ദീപാരാധനയോടുകൂടിയുള്ള ചുറ്റുവിളക്ക് വിശേഷ ദിവസങ്ങളിൽ കത്തിക്കും, അരങ്ങ് നേർച്ച. അഥവാ ചിലവർക്ക് വിളിച്ച് അവർക്ക് വിളി കേട്ട് ഭഗവാന്റെ ഇവിടെ ഇപ്പം നമുക്ക് പുറമെ കിട്ടുന്ന ചില സന്താന സൗഭാഗ്യം, മംഗല സൗഭാഗ്യം, രോഗശമനം ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് പലവർക്കും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കണ്ട അമ്മമാരും എല്ലാവരും കൂട്ടായ്മയോടുകൂടി ഇവരിടത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പൂർണ്ണ ഫലം ഭഗവാനെ അറിയുന്നതുകൊണ്ട് കിട്ടിയോണ്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൽ ഇനിയും കുറച്ചും കൂടി പണികളുണ്ട്. അതൊക്കെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞു. ഒന്ന് നമ്പർ ഒന്ന് പറഞ്ഞു നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 39 93 63 18. ഇതിലാണ് ഗൂഗിൾ പേ അടക്കമുണ്ട്. ഗൂഗിൾ പേ നമ്പർ എൻ്റെ പേര് ദാമോദരൻ. പിന്നെ വേറെ നമ്പർ ഉണ്ടോ? ഒരാളെയും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരാളിപ്പോൾ 82 81 32 32 26 12 പവിത്രൻ നമ്പ്യാർ. ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും മതി. അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ ചാനലിൽ കണ്ടിട്ടാണെന്ന് വന്നിട്ട് നമ്മൾ പറയുന്നു. ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം. ഇനി മാസത്തിൽ അന്നദാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. അതിന് നിങ്ങൾക്കൊന്നും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം. ഇതിൽ ഇനിയും പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ശാന്തി മഠം എടുക്കുക എന്നുള്ളത്. ശാന്തി മഠം അടുത്തുള്ള നമ്പൂരിമാർക്ക് ഇപ്പോൾ അവിടെ ഒരു ഇല്ലുണ്ട്, അവർ മാഷാന്ന് സ്കൂളിൽ പോകണം, അവർക്ക് അത്ര സൗകര്യം പോരാ. ഇതേപോലെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് നമ്മളിവിടെ തന്നെ താമസിപ്പിക്കണം. അതിനിപ്പോൾ നമ്മൾ പുറത്തൊരു വീട് വാടകയ്ക്ക് വാങ്ങിയിട്ട് അവരെ താമസിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളത് നീക്കലിനെടുത്ത് കൊട്ടാരം ഇവർ ജയറാം നമ്പൂരി വന്ന് കുറ്റിയടിച്ച് വെച്ചു. നമുക്ക് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് നമ്മളെ മുന്നിലത്തെ കുളവും ഈ തന്ത്രിമഠം എടുക്കാമെന്നുള്ള ഉദ്ദേശം മാത്രമാണ്. തന്ത്രിമഠം തന്നെ പ്രധാനം. തന്ത്രിമഠം എന്താ വെച്ചാൽ ഇവിടെ നിത്യപൂജ നമുക്ക് ചെയ്യേണ്ടെങ്കിൽ ഇനി വേണ്ടിക്കാൻ നമുക്ക് ഇനി ഭാവിയിൽ കുറച്ചും കൂടി ഉച്ചപൂജയും കൂടി ചെയ്യേണ്ടെങ്കിൽ അല്ല ഉച്ചപൂജയും കൂടി ചെയ്യേണ്ടെങ്കിൽ തന്ത്രികൾ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിൽക്കും. കാരണം നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് വന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് ത്രികാല പൂജ ചെയ്യുന്നതന്നെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും ഇനിയിപ്പുള്ള ഒരു ആലോചന തന്നെ. അതാവട്ടെ നിങ്ങൾക്ക് വേഗം ആയിട്ടായിട്ട് നിങ്ങൾക്ക് ഒന്നും സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യുക. പിന്നെ ഇതിൽ തന്നെ ഗൂഗിൾ ഇതിൽ പിന്നെ QR കോഡ് ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരാം. എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് ഇത്രയും കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ പുതിയ ക്ഷേത്ര കാഴ്ചയുമായിട്ട് നമ്മൾ വേഗം വരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ലിങ്ക് ഞാനിടും. എല്ലാവർക്കും ഒരാൾക്ക് വാട്സപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല. ഒന്ന് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ രാത്രിയാവുന്നു. അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മൾ 6 പേര് കൂടി ചെയ്യുന്നതാണ് ഈ ഒരു ചാനൽ. ഞാൻ ഇതിൻ്റെ അവതാരകൻ മാത്രമാണ്. ബാക്കിയുള്ള ഇതിൻ്റെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിൻ്റെ ക്യാമറാമാനും പിന്നെ ഇതിൻ്റെ എഡിറ്ററും പിന്നെ മ്യൂസിക് എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അവരെല്ലാം ലക്ഷ്യം ഉദ്ദേശം ഓരോ ദേശത്തെ ക്ഷേത്രം ഉയർന്ന ആ ദേശത്തിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യം നമ്മൾ മാത്രം കാണുന്നുണ്ട്. പിന്നെ ഓരോ ക്ഷേത്രക്കാരുടെ സഹായത്താലാണ് നമ്മൾ ഓരോ അടുത്ത ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ ഷൂട്ട് ചെയ്ത് ഞാൻ വയനാട്ടിൽ വൈറ്റിരിയിലാണ് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ചിലപ്പോൾ കണ്ണൂരിൽ നടക്കും. ഇങ്ങനെയുള്ള 2 സ്ഥലത്താണ്. ഏത് സ്ഥലത്താണ് കൂടുതൽ ലോഡ് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നല്ല നമസ്കാരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് അയയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേത്ര കാഴ്ചയും പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്ര കാഴ്ചകൾ ലോക ജനതയുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ സഹായം തീർച്ചയായും അത്യാവശ്യമാണ്. നല്ല നമസ്കാരം. ശിവോഹം. ഇവിടെ സ്വർണ്ണപ്രശ്നത്തിൻ്റെ ഇതാണ്, ഡേറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഒരു സഹായം കൂടി ചെയ്താൽ അത്രയും സന്തോഷം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ.
ഓഗസ്റ്റ് 31 ഞായറാഴ്ച 9 മണി മുതൽ പെരുപ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കലോറ ദിവാകരൻ ജ്യോതിഷ നേതൃത്വത്തിലുള്ള സ്വർണ്ണപ്രശ്നം നടത്തുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മൾ മാസത്തിൽ ഒരു തവണ അന്നദാനം കൊടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനും ആരെങ്കിലും സഹായത്തിന് എത്തുവാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് പിന്നെ ശങ്കരമ്മ നാളിൽ കൊടുക്കുക. അതിപ്പോൾ സ്വർണ്ണപ്രശ്നം വെച്ചിട്ട് പറ്റുമോ ഇല്ലെന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റും. അപ്പം അത് ഭഗവാന്റെ ഹിതമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതുപോലെ തൊട്ടപ്പുറം തന്നെ ക്ഷേത്രക്കുള എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിനും നിങ്ങളുടെ സഹായങ്ങൾ ഒന്ന് തരിക. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അരയാൽ മരമുണ്ട്, ശാന്തി മഠം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഒരു അരയാൽ തറയുണ്ട്, അതും ഒന്ന് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പൊതുവഴിയാണ്, അമ്പലത്തിന് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മളെ ആഗ്രഹം. ഈ ശാന്തി മഠമാണ് ഏറ്റവും കൂടി അത്യാവശ്യം. എന്നാൽ പിന്നെ നിത്യപൂജ ചെയ്യുമ്പം ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. ചെറിയ പൈസ പോരാ, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ സഹായം അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അങ്ങനെ അടിച്ചാലും കിട്ടും. എങ്ങനെ അടിച്ചാലും കിട്ടും.